നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ലെന്നേ. റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം പാദത്തിൽ 2-1 ബയേൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തി അഗ്രിഗേറ്റ് 4-3 വിജയവുമായിട്ട് വെംബ്ലിയിലേക്ക് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. എതിരാളികൾ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആണ്. പക്ഷേ സെമി ഫൈനലിന്റെ അവസാനത്തിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ, ആ ഒരു ഓഫ് സൈഡ് വിളിയുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിൽ വിവാദം കത്തുകയാണ്. ഇത് ദുരന്തമാണ്, ഡിസാസ്റ്ററസ് ആണ് തീരുമാനമെടുത്തത്. റഫറി ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, കളിയെ കൊല്ലുകയാണ് ചെയ്തത് എന്ന് തന്നെ കളിക്ക് ശേഷം തോമസ് ടൂഷൽ പറയുകയുണ്ടായി. ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ അദ്ദേഹം സംസാരിച്ചു. പിന്നെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം തുറന്നടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. തോമസ് ടൂഷൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സംഭവമൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അത് അവസാനത്തിൽ 2-1 പുറകിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു ഓഫ് സൈഡ് വിളി വരുന്നത്. ഷോട്ട് ഉതിർക്കുന്നതിന് മുമ്പ് വിസിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ല അതിന്റെ റൂള് എന്നുള്ളതാണ് ഇപ്പൊ തോമസ് ടൂഷൽ ചൂണ്ടിക്കാണിക്കുന്നത്. ടൈറ്റ് ഗോളുകൾക്ക് അത്തരത്തിൽ വിസിൽ ചെയ്യാറില്ല, ചെയ്യണ്ട എന്ന് തന്നെയാണ് ലൈൻസ്മാനും അതുപോലെ റഫറിക്കും ഒക്കെയുള്ള നിർദ്ദേശം. കാരണം അത് സീൻ കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ വാർ ചെക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുകയാണ് അവിടെ ചെയ്തത്. ഇത് ഇൻജസ്റ്റിസ് ആണ്, റഫറി ചെയ്തത് തെറ്റാണ്. മാർസിനിയാക്കിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ തോമസ് ടൂഷൽ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ഇറ്റ് വാസ് എ ഡിസാസ്റ്റർ, an absolute disaster and it's clear violation of the rules. പൊട്ടിത്തെറിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. പിന്നെ അദ്ദേഹം ഒരു സൗമ്യമായിട്ടുള്ള രൂപത്തിലാണ് പലപ്പോഴും സംസാരിക്കുക. എന്നാൽ പോലും ടൂഷൽ ശക്തമായ ഭാഷ തന്നെ ഉപയോഗിക്കുന്നു. ഇത് ഡിസാസ്റ്റർ ആണ്, ആബ്സല്യൂട്ട് ഡിസാസ്റ്റർ ആണ്. ഇത് നിയമത്തിന്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്, പച്ചയായിട്ടുള്ള ലംഘനമാണ് നടന്നിരിക്കുന്നത്. ക്ലിയർ വയലേഷൻ ഓഫ് ദി റൂൾസ് ആണ് നടന്നിരിക്കുന്നത്. റൂള് വളരെ ക്ലിയർ ആണ്. ഇത്തരം ഘട്ടങ്ങളിൽ ആ സീന് കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കുകയാണ് വേണ്ടത്. കളി നടക്കട്ടെ. ആദ്യം ഇവിടെ തെറ്റുവരുത്തിയത് ലൈൻസ്മാൻ ആണ്. ഇതിന് പിന്നാലെ റഫറിയും തെറ്റുവരുത്തുകയുണ്ടായി. എന്താണ് ഇന്ന് സംഭവിച്ചത്? അത് മോഡേൺ ഫുട്ബോളിന്റെ റൂളിനെതിരാണ്. ബോള് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അവിടെ ഒരിക്കലും ഫ്ലാഗ് റൈസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു ടൈറ്റ് സിറ്റുവേഷനിൽ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. ഇപ്പം അപ്പോളജൈസ് ചെയ്തു, റഫറിമാർ അപ്പോളജൈസ് ചെയ്തു. അത് വർത്ത്ലെസ് ആണ്. അതുകൊണ്ടൊന്ന് ഗുണം ഏതായാലും ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇത് മറുഭാഗത്താണെങ്കിൽ സംഭവിക്കുമായിരുന്നില്ല. റയലിന് വേണ്ടിയാണെങ്കിൽ, റയലിന്റെ നീക്കത്തിലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല എന്ന് തന്നെ ഇപ്പോൾ ശക്തമായ ഭാഷയിൽ ടൂഷൽ പറയുന്നു. എന്തായാലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല, വിവാദം കത്തുകയാണ്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ റയൽ മാഡ്രിഡ് ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞു. ടൂഷലും സംഘവും നിരാശരായി മടങ്ങുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.